ഇതെന്ത് ചോദ്യമല്ലേ? ഇതില്ലാത്ത സ്കൂളുണ്ടോ? എന്താണ് അവരുടെ മെയിൻ ജോലി? മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കൽ. നിങ്ങൾ എന്താ ടീച്ചറെ അവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത്? അത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലേ? നിങ്ങളെക്കാളും എനിക്കറിയാം. സ്കൂൾ പൊളിറ്റിക്സിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ പുതിയ ടീച്ചർമാർ സ്കൂൾ പൊളിറ്റിക്സ് ഇല്ലാത്ത ഒരു സ്കൂളും ഉണ്ടാവില്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. അതായത് ടീച്ചർമാരുടെ ഇടയിൽ എന്തൊക്കെ ചർച്ചകളാണ് നടക്കുന്നത്, ഏതൊക്കെ ടീച്ചർമാർ തമ്മിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ സ്കൂൾ മാനേജ്മെന്റിന്റെ കാതിൽ എത്തിച്ചു കൊടുക്കാൻ താല്പര്യമുള്ള ഒരുപാട് ടീച്ചർമാരുണ്ടാവും. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ അത്തരം ടീച്ചർമാർ നല്ല ആൾക്കാരായിരിക്കും, ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ മോശം ടീച്ചർമാരും. നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതെന്ത് ചോദ്യമല്ലേ? ഇതില്ലാത്ത സ്കൂളുണ്ടോ? പക്ഷെ നിങ്ങൾ പുതിയ ടീച്ചർമാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോ നിങ്ങൾ പുതിയ ടീച്ചർമാർക്ക് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇതിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇത് ടീച്ചിങ് കമ്മ്യൂണിറ്റിയുടെ ഒരു ചാനലാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിപ്പോ ഈ വീഡിയോ ഇന്നാണല്ലോ കാണുന്നത്. അപ്പൊ നിങ്ങൾ നാളെ സ്കൂളിൽ പോയാല് നിങ്ങളുടെ സ്റ്റാഫ് റൂമിലെ എല്ലാ ടീച്ചർമാരെയും ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോ അതിൽ ഏതൊക്കെ ടീച്ചറാണ് തന്റെ ജോലി മര്യാദക്ക് ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്നത്, അതേപോലെ ഏതൊക്കെ ടീച്ചറാണ് തന്റെ ജോലി മര്യാദക്ക് ചെയ്യാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, ഇങ്ങനെയുള്ള ടീച്ചർമാരെ നിങ്ങൾ കണ്ടെത്തുക. തന്റെ ജോലി മര്യാദക്ക് ചെയ്യുന്ന ടീച്ചർമാർ എങ്ങനെയായിരിക്കും? അവര് കുട്ടികളെ മര്യാദക്ക് പഠിപ്പിക്കും. പിന്നെ മറ്റു ടീച്ചേഴ്സുമായും മറ്റുള്ളവരുമായും കളി, ചിരി, തമാശ ഒക്കെ ഉണ്ടാവും. അതേപോലെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ടീച്ചർമാർക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല, ഒരു ശ്രദ്ധയും ഉണ്ടാവില്ല. കാരണം അവർക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കണമല്ലോ. അവർക്ക് കുട്ടികൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ കൊടുക്കാനുള്ള മനസ്സും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാർ ഈ രണ്ട് കാറ്റഗറിയിലും പെടുന്ന ടീച്ചർമാർ ആരൊക്കെയെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഫേവറേറ്റ് ആയ ടീച്ചർമാരുമായി കൂട്ടുകൂടാൻ വേണ്ടി ശ്രമിക്കുക. ആ ടീച്ചർമാർ ജോലി ചെയ്യുന്നത് പോലെ നിങ്ങളും ജോലി ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കണം. ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കാം. എന്നാലും നിങ്ങൾ അത്തരത്തിലുള്ള ടീച്ചർമാരോട് ഒന്ന് ചോദിച്ചോളൂ. നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാൻ ഒരു ടോപ്പിക്കും ആയല്ലോ. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത്തരം ടീച്ചർമാരോട് ചോദിക്കുക. അപ്പൊ ആ ടീച്ചർമാർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടമൊക്കെ തോന്നും. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലെ ടീച്ചർമാരുണ്ടല്ലോ, എന്താണ് അവരുടെ മെയിൻ ജോലി? മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കൽ. അവരിൽ നിന്ന് രക്ഷപ്പെടൽ അത്ര എളുപ്പമല്ല. അതുപോലെ അവരുടെ ശത്രുത സമ്പാദിക്കുന്നതും അത്ര നല്ലതല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അത്തരത്തിലുള്ള ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക, അല്ലാതെ അതിനെ എതിർക്കാനോ സപ്പോർട്ട് ചെയ്യാനോ പോകരുത്. അല്ലാതെ നിങ്ങൾ എന്താ ടീച്ചറെ അവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത്? അത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലേ? നിങ്ങളെക്കാളും എനിക്കറിയാം. അങ്ങനെ ഒന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട. നിങ്ങൾ അവർ പറയുന്ന കാര്യം കേൾക്കുക മാത്രം ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുക്കുക. നിങ്ങൾ പുതിയ ടീച്ചർമാരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളിന് നിങ്ങൾ ഒരു അസറ്റ് ആണെന്ന് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ എഫിഷ്യൻസിയും സ്കില്ലും ഒക്കെ പുറത്തേക്ക് എടുത്ത് കുട്ടികളുടെ ഫേവറേറ്റ് ടീച്ചർ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 4-5 മാസത്തിനകം നിങ്ങൾ ആ സ്കൂളിൽ നിങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കണം. നിങ്ങൾ ആ സ്കൂളിൽ നിന്ന് പോയാൽ ആ സ്കൂളിന് അതൊരു വലിയ നഷ്ടം തന്നെയാകും എന്ന നിലയിലേക്ക് നിങ്ങൾ എത്തിക്കണം. ഇനിയിപ്പോ നിങ്ങളെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാൻ വന്നാൽ തന്നെ നിങ്ങൾ അതിനൊന്നും പുറകെ പോകാതെ നിങ്ങൾ ആരെന്ന് നിങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞവരൊക്കെ നിങ്ങളുടെ പുറകെ വരും. അല്ലാതെ പ്രിൻസിപ്പലിന്റെ അടുത്തും മാനേജ്മെന്റിന്റെ അടുത്തും ഒന്നും പോയിട്ട് പ്രീതി സമ്പാദിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി ഇംപ്രൂവ് ചെയ്യുക. പിന്നെ കുട്ടികളുമായിട്ടുള്ള ഇടപഴകൽ അതും വേണ്ട വിധം ചെയ്യുക. തീർച്ചയായിട്ടും പ്രിൻസിപ്പളും മാനേജ്മെന്റും ഒക്കെ ഈ ടീച്ചറെ നമ്മുടെ സ്കൂളിന് ആവശ്യമുണ്ട് എന്ന നിലയിലേക്ക് എത്തും. നമുക്കും അത് തന്നെയാണല്ലോ വേണ്ടത്. അപ്പൊ പുതിയ ടീച്ചർമാർ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.